യോഗാധ്യക്ഷയും അൽഫോൻസ ജ്യോതി പ്രൊവിൻസിൻ്റെ സുപ്പീരിയറുമായ ഏറെ ആദരണീയയായ സിസ്റ്റർ എസ് മരിയ ഓലിക്കൽ, ഉദ്ഘാടക ഇവിടുന്ന് കടന്നുപോയ ഭരണങ്ങാന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി സുധാ ഷാജി, അനുഗ്രഹ പ്രഭാഷണം നൽകി ഇവിടുന്ന് കടന്നുപോയ ഭരണങ്ങാനപ്പള്ളിയുടെ വികാരി, ഏറെ ആദരണീയനായ ബഹുമാനപ്പെട്ട സക്രിയ സാക്കപ്പാട്ടൻ, ഹെഡ് മിസ്ട്രസ് ബഹുമാനിയായ സിസ്റ്റർ സെലിൻ ലൂക്കോസ്, സ്വാഗത പ്രാസംഗിക ബഹുമാനിയായ സിസ്റ്റർ റോസ് ഫ്രാൻസിസ്, ആശംസകൾ നേരാൻ നിയുക്തരായിരിക്കുന്ന PTA-യുടെ പ്രസിഡന്റ് ശ്രീ ജെയ്സ് തോമസ്, സിസ്റ്റർ സ്റ്റെല്ല മരിയ, സ്കൂൾ ലീഡർ പ്രിയ മീനാക്ഷി രഞ്ജിത്ത്, ഭരതനാട്യം അതിൻ്റെ നേതൃത്വം കൊടുത്ത കുമാരി ലക്ഷ്മിക MS, കൃതജ്ഞതാ പ്രകാശനം നൽകുന്ന കുമാരി വൈഷ്ണവി സുജി, ബഹുമാന്യരായ മാതാപിതാക്കളെ, ബഹുമാന്യരായ അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജത്തിമാരെ, ഏറെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. കാരണം ഒരു മഹാ ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കത്തക്ക നിലയിൽ വേദിയും സദസ്സും അത്ര മനോഹരമായി അലങ്കരിക്കുകയും ഓരോ കാര്യങ്ങളിലും വളരെ ചിട്ടയോടെ ക്രമപ്പെടുത്തുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ട് 96 വർഷം. ഈ സ്കൂളിൽ നിന്നും അനവധി കുട്ടികൾ പഠിച്ച് മിടുക്കനായി പോയി അവർ വലിയ നിലയിലൊക്കെ എത്തിയത് നമ്മുടെ ചരിത്രത്തിൽ നമുക്കറിയാം. ഈ സ്കൂൾ നൽകുന്ന ഒരു കാര്യം, വിശ്വസാഹിത്യകാരനായ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന വിധമാണ് ഈ സ്കൂൾ നൽകുന്ന വിദ്യാഭ്യാസം. ടാഗോർജി പറയുകയാണ്, വിദ്യാഭ്യാസം ഒരു നാണയമാണ്. ആ നാണയത്തിന്റെ ഒരു വശം പ്രവൃത്തിയും മറുവശം ജ്ഞാനവുമാണ്. നാം ആ വലിയ ആശയത്തെ ഇതം പര്യന്തം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, നടക്കാൻ തുടങ്ങുന്ന കാലം, അമലാൻ തുടങ്ങുന്ന കാലം തൊട്ട് ഓരോരോ കാര്യങ്ങൾ അഭ്യസിച്ചാണ് ഒരു വ്യക്തി വളർന്നു വരുന്നത്. അപ്പൊ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുവാനുള്ള മാർഗദർശകമാണ് അധ്യാപനവും സ്കൂളുകളും ഒക്കെ. അപ്പൊ നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തിയിൽ മികവ് പുലർത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അത് ഏത് രംഗത്താണെങ്കിലും. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഒരു ആശാരി ഒരു മേശ പണിയുകയാണെങ്കിൽ അവന്റെ ആശാൻ എങ്ങനെ അവനെ പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി വരപോലും ഉളിയും ചലിച്ചെങ്കിൽ മാത്രമേ അത് ഒരു കമനീയ മേശയാകുകയുള്ളൂ. അറിവ് അവിടെ കിട്ടിയിട്ടുണ്ട് ഗുരുവിൽ നിന്ന്. അതേപോലെ നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പ്രാപ്തമാക്കുന്നത് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളാകുവാൻ വേണ്ടിയാണ്. ബൃഹദാരണ്യോപനിഷത്ത് നമുക്കറിയാം, 108 ഉപനിഷത്തുകളാണുള്ളത്. എന്റെ പ്രസംഗം ഒരു പക്ഷേ കുട്ടികൾക്ക് അരോചകമാകാം, പക്ഷേ അല്പം കഴിയുമ്പോൾ വളരെ രസപ്രദമായ ഒരു പത്രവാർത്ത ഇന്നലെ ഉണ്ടായത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് രസപ്രദമായി തോന്നും. അപ്പൊ അതുകൊണ്ട് സ്നേഹനിധികളായ എൻ്റെ കുട്ടികൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധം കേട്ടിരിക്കും
എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോ നമ്മൾ മാന്യന്മാരായെങ്കിൽ മാത്രമേ സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും നേടിയെടുക്കുവാൻ കഴിയുള്ളൂ. ബൃഹദാരണ്യകോപനിഷത്ത് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ മഹനീയ കാര്യം അതാണ്. 3 കാര്യങ്ങളാണ് ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, എല്ലാ മൃഗങ്ങൾക്കും സ്വന്തം ജീവൻ നിലനിർത്താനുള്ള വാസനാവിശേഷമുണ്ട്, നമുക്കും അതുണ്ട്. അപകടം തോന്നിയാൽ നമ്മൾ ഓടിപ്പോകും. അതുപോലെ തന്നെ സ്വന്തം രക്തം നിലനിർത്താനുള്ള വാസനാവിശേഷം എല്ലാ മൃഗങ്ങൾക്കുമുണ്ട്. അത് അതിൻ്റെ കാലാകാലങ്ങളിൽ നിർവഹിക്കപ്പെടുന്നു. അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് മനുഷ്യൻ സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും നേടിയെടുക്കുന്ന വാസനാവിശേഷത്തിന്റെ ഉടമയാകുന്നത്. ആരെയും വേദനിപ്പിക്കാത്തവരാണ് മാന്യം. അപ്പൊ സംസ്കാരം നമുക്ക് ലഭിക്കണം. സംസ്കാരം വിദ്യാഭ്യാസത്തിലൂടെയാണ് നമുക്ക് സംജാതമാകുന്നത്. സംസ്കാരശൂന്യൻ അധമനായിരിക്കും. അവരെ സമൂഹം ഒറ്റപ്പെടുത്തും, നികൃഷ്ടനായിട്ട് കരുതും. അപ്പൊ സംസ്കാരത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം. നല്ല വിദ്യാഭ്യാസം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി ജീവിക്കുവാൻ കഴിയൂ. അല്ലെ നമ്മൾ സമൂഹത്താൽ വെറുക്കപ്പെടും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നല്ല സംസ്കാരം നമുക്ക് നമ്മളെ രൂപപ്പെടുത്തുന്നത് വിദ്യാലയങ്ങളാണ്, അധ്യാപകരാണ്, സഹപാഠികളാണ്. ഒരുവന്റെ സുഹൃത്തിനെ നോക്കിയാൽ മനസ്സിലാവും അവന്റെ സ്വഭാവം എന്തെന്ന് ഒരു ചൊല്ലുണ്ട്. അപ്പൊ നല്ല സുഹൃത്തുക്കളെ കരസ്ഥമാക്കുവാനുള്ള ഒരു ശ്രമവും നമ്മുടെ ഈ പഠനകാലത്ത് ഉണ്ടായാൽ നന്നു. ചീത്തയായിട്ടുള്ളവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. മറ്റൊന്ന്, ഞാൻ നിങ്ങളോട് ഇന്നത്തെ പത്രവാർത്ത പറഞ്ഞു. ആ പത്രവാർത്ത ഇതാണ്: ഓച്ചി എന്നൊരു മനുഷ്യൻ 5000 വർഷം മുമ്പ് വരെ ഉറങ്ങിക്കിടന്നു. ആരാണ് ഓച്ചി? അറിയില്ല. 5000 വർഷം ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. ഉറങ്ങിക്കിടന്നു. എവിടെ? ആൽപ്സ് പർവ്വത നിരകളുടെ മധ്യേ. അപ്പോ ഒരു BC 3200 വർഷം മുമ്പ് വലിയ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ കിടന്നിരുന്നു. മാംസവും അസ്ഥിയും വസ്ത്രവും ഒന്നും കേടാകാം. അത് 1991 ജർമ്മൻ നരവംശ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു മമ്മിയാണ്. പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു മമ്മി. മഞ്ഞിനാൽ മൂടപ്പെട്ടത് കൊണ്ട് ആ മനുഷ്യ ശരീരത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. എന്തായിരുന്നെന്ന് അറിയണ്ടേ? ആ മനുഷ്യൻ വധിക്കപ്പെട്ടു. അമ്പ് കൊണ്ട് തലയിൽ മുറിവുണ്ട്, തോളിൽ വലിയ ദണ്ട് കൊണ്ട് അടിച്ച പാടുണ്ട്. ഇന്നത്തെ മനുഷ്യന്റെ പോലെ വാദവും മോണപഴുപ്പും അൾസറും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ഭക്ഷണത്തെ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി, മാനിറച്ചിയും പാകം ചെയ്ത ഗോതമ്പ് പലഹാരവും. നാം അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്, അന്ന് തുടങ്ങി 5300 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് മനുഷ്യൻ സംസ്കാരത്തിലേക്ക് വന്നു തുടങ്ങി. അപ്പോഴവന് ഭക്ഷണം പാകം ചെയ്ത് തുടങ്ങി ഭക്ഷിക്കുവാൻ. ആ മനുഷ്യൻ വസ്ത്രം ധരിച്ചിരുന്നു. മാനിന്റെ തോലും പുല്ലും ഇഴകളായി ചേർത്തുകൊണ്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇത് ഇറ്റലിയിലെ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെടുന്നു. 3 ലക്ഷം ആളുകൾ ഒരു വർഷം ആ കാഴ്ച കാണുവാൻ അവിടെ എത്തുന്നു. അപ്പോൾ നമ്മൾക്ക് സംസ്കാരം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളെ കുറിച്ച് വലിയ മതിപ്പാണ്. പ്രസിഡന്റ് ഇപ്പൊ എന്റെ അടുത്ത് പങ്കുവെച്ചിട്ടാണ് പോയത്. എന്നോട് പറഞ്ഞു, എന്റെ ഒരു പ്രത്യേക അഭിനന്ദനം കുട്ടികൾക്ക് കൊടുക്കണം. ഇത്രയും നല്ല ഒരു വലിയ കലാവിഭവം അല്ലെങ്കിൽ കലാവിരുന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്ന്
പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനം തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. ഒപ്പം എൻ്റെ അഭിനന്ദനങ്ങളും കൂടെ. കാരണം എന്തെന്ന് വെച്ചാൽ ദേശീയതയിലൂന്നി, സ്വാതന്ത്ര്യത്തിലൂന്നി, പാരതന്ത്ര്യത്തിനെ അപമാനിച്ചുകൊണ്ട് ആ ആശയങ്ങൾ ഉൾക്കൊണ്ട വളരെ ചടുലമായ ഒരു നൃത്തമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വളരെ വേഗതയിൽ, ആശയസമ്പുഷ്ടമായി, ഒരേ ടൈമിങ്ങിൽ എല്ലാവരും നന്നായി നൃത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരുടെ കഷ്ടപ്പാടും ശ്രമവും എത്ര വലുതാണ് എന്ന് ഞങ്ങളൊക്കെയാണ്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അതേപോലെ ഞാനൊരു 40 സ്കോളർഷിപ്പിന്റെ ലിസ്റ്റ് കണ്ടു. ഹെഡ്മിസ്ട്രസ് വായിച്ച നിങ്ങളുടെ പാഠ്യേതര പദ്ധതികളിലെ വിജയങ്ങളുടെ ഒരു ലിസ്റ്റ് മുഴുവൻ കേൾക്കാനിടയായി. എത്ര സുന്ദരമായിരിക്കുന്നു, എത്ര വലുതായിരിക്കുന്നു. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തു, അവിടെ എല്ലാം ഫസ്റ്റും സെക്കൻഡുമായി വിജയഗാഥ ഉയർത്തിയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാന്യരായ അധ്യാപകരെയും കായികാധ്യാപകരെയും കലാകായിക രംഗത്തെ പ്രോത്സാഹനം നൽകിയ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. കുട്ടികൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ സത്യം, അച്ഛൻ പറഞ്ഞതുപോലെ, വികാരിച്ചൻ പറഞ്ഞതുപോലെ, സത്യത്തെ നമ്മൾ ഒരു കാരണവശാലും കൈവിടരുത്. സത്യം മാത്രമേ ആത്യന്തികമായി ജയത്തിലെത്തുകയുള്ളൂ. ഗാന്ധിജിയുടെ പ്രസംഗങ്ങളിലും പഠിപ്പീരുകളിലും ആശയങ്ങളിലുമൊക്കെ ഉടനീളം നമുക്കത് വായിച്ചാൽ കാണാം. പല തലത്തിൽ അദ്ദേഹം സത്യത്തെ വിലമതിക്കുകയും അതിന് ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ദയവായി ഒരു സൂചന നൽകുവാനുള്ളത്, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സത്യത്തെ നമ്മൾ മുറുകെ പിടിക്കുകയും അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, മാന്യതയുടെ സൂചകമാണ്. ഏതെങ്കിലും ആകട്ടെ, എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വളരെ മികവുറ്റ ഈ വാർഷികം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ, റോയ് സാറിനെ, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ വാർഷികത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.